ഇങ്ങനെ കൊതിക്കുന്നതെന്തുകൊണ്ടാണ്? അത് ശംസുൽ ഉലമ എന്ന കാന്തശക്തിയുടെ ആകർഷണമാ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ യാത്ര കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പറയുക, വണ്ടി ആ ഭാഗത്തൊന്ന് നിർത്തിയിടണേ. പെട്ടെന്ന് വാഹനം നിർത്തും, ആ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങും. ഇവിടെ ഒരു വലിയ മഹാൻ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് പോകാം. എത്ര 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 മക്കുവറകൾ അങ്ങനെ കേരളത്തിനകത്തും പുറത്തും ബഹുമാനപ്പെട്ടവർ കാണിച്ചു കൊടുത്തു. ചില മഹാന്മാരെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാല് സംഭവം അവരങ്ങനെ തന്നെ കിടക്കുള്ളൂ. അവർക്ക് ചിലർക്ക് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ചെയ്യണ തീരെ താല്പര്യം ഉണ്ടാവില്ല. പല റൂട്ടാണല്ലോ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യൂല, അവര് പിന്നെ കുറെ കാലം കഴിയുമ്പോ ഇവിടെ ഇങ്ങനെ ഒരാള് കിടന്നതൊന്നും ഓർക്കൂല. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ അച്ചിപ്പുറം നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെന്താണ് മൊയ്തീൻ കുട്ടി ഉസ്താദ്, CV മൊയ്തീൻ കുട്ടി ഉസ്താദ് അല്ലാഹു മർഖദ, അല്ലാഹു ഉന്നതമായ പദവി പരലോകത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ അറിയുന്നവർക്കല്ലേ ആ ഖബർ അറിയുള്ളൂ. ആ തലമുറ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളിവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പിന്നീട് അറിയാൻ പറ്റാത്തൊരു കാലം വരും. മുഹിബ്ബീങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും, ആശിക്യങ്ങൾ കുറഞ്ഞു വരും. ഈ വരുന്ന ലോകം അങ്ങനെയാണല്ലോ. അങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്യപ്പെട്ട അള്ളാഹുവിന്റെ വലിയ വലിയ ആരിഫീങ്ങൾ. ശംസുൽ ഉലമ അവരുടെ മുമ്പിലൂടെ പോയാൽ അവിടെ പിടിച്ചു നിർത്തും, ദുആ ചെയ്തിട്ടാണ് പോയത്. എത്രയോ ആളുകൾക്ക് അങ്ങനെ ഭാഗ്യം കിട്ടി. നമുക്കൊക്കെ അവിടെ ഒന്ന് പോയി ദുആ ചെയ്യാനുള്ള ഭാഗ്യമേ കിട്ടിയിട്ടുള്ളൂ. വരക്കൽ മഖാമിലൊന്ന് പോയി സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ഭാഗ്യമെങ്കിലും അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളും നമ്മളും ദുആ ചെയ്യണം. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അത്ര മോശമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ബഹുമാനപ്പെട്ടവർക്കത് കാണാനും അറിയാനും കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് അള്ളാഹുവിനെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചാൽ നമുക്ക് എന്തൊരു ലാഭമാണ് ദുനിയാവിൽ കിട്ടുന്നത്. ഒരു സങ്കടവും നമുക്ക് സങ്കടമായിട്ട് തോന്നൂല, ഒരു പ്രയാസം നമുക്ക് പ്രയാസമായിട്ട് തോന്നൂല. എല്ലാം അലല്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഗൾഫിൽ 10 കൊല്ലം നിന്നിട്ട് നാട്ടിൽ വന്ന് വെറുതെ നിസ്കാരം ഇല്ലാത്ത അതൊക്കെ അലല്ല എന്ന് പറഞ്ഞാൽ ആ അലല്ല അല്ല. ഹൃദയം തുറന്നു പറയണ ഒരു അലല്ല ഉണ്ട്, അതാണ് അലല്ല.